ഹായ് മക്കളെ, എല്ലാവർക്കും ഏകളിലേക്ക് സ്വാഗതം. SSLC എഴുതി കഴിഞ്ഞ എല്ലാവർക്കും നല്ല ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. മക്കളെ, ദിശാബോധത്തോടുകൂടി ഏതൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് ജീവിത വിജയം തന്നെയായിരിക്കും. നമ്മളിനി 10ാം ക്ലാസ്സിൽ നിന്ന് +1 പോവുകയാണ്. ചില കുട്ടികൾ സയൻസ് എടുക്കുന്നവരുണ്ടാവാം, ചില ആളുകൾ കൊമേഴ്സ് എടുക്കുന്നവരുണ്ടാവാം, ചില ആളുകൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരുണ്ടാവാം. ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ അതിലൊരു കാര്യം മാത്രം മക്കൾ ശ്രദ്ധിക്കണം. എന്താണെന്നല്ലേ? അതായത് നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇഷ്ടത്തോടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇവിടെ സയൻസ് എടുത്തു കഴിഞ്ഞാലുള്ള ചില പ്രശ്നങ്ങളെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ചൂണ്ടിക്കാണിക്കാൻ പോവാണ്. അതിനുള്ള പരിഹാരവുമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് NCERT സിലബസ് ആണ്. ഈ സ്റ്റേറ്റ് സിലബസും അതേപോലെ തന്നെ NCERT സിലബസും തമ്മിലുള്ള വിടവ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അത് പഠിപ്പിക്കേണ്ടത് തന്നെയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഏകൻ നിങ്ങളുടെ മുമ്പിലേക്ക് ബ്രിഡ്ജ് കോഴ്സുമായിട്ട് വരുന്നത്. സയൻസിലെ കോർ സബ്ജക്റ്റുകളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതേപോലെ തന്നെ ബയോളജി, ഈ 4 സബ്ജക്റ്റുകൾക്കാണ് ഏകൻ ബ്രിഡ്ജ് കോഴ്സ് നൽകുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് +1 പോകുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് തന്നെയായിരിക്കും. അതിലേക്ക് എന്ത് ചെയ്യാണ്, നിങ്ങളെ എല്ലാവരെയും ഏകൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാവട്ടെ, നല്ലത് തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് നല്ലതിലേക്ക് തന്നെയായിരിക്കും.